തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അതെങ്ങനെ തോറ്റു എന്ന് കണ്ടുപിടിച്ച് അവസാനം അവർ ശബരിമലയിലെ പ്രശ്നം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനായിട്ട് അത്രയും നാൾ പാർട്ടി താങ്ങി നിർത്തിയിരുന്നത് അവസാനം പാർട്ടിയിൽ നിന്ന് ഒരു വലിയ നിലപാടെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴായിരുന്നു പത്മകുമാറിന് ഒരു ഭീഷണിയൊക്കെ വന്നത്, എല്ലാം തുറന്നു പറയും എന്നുള്ള രീതിയിലുള്ള. അങ്ങനെ വലിയ നടപടി നോക്കിയിരുന്ന നമ്മൾ ഇന്നലെ കണ്ടത് പാർട്ടിയിൽ നിന്നൊരു സസ്പെൻഷൻ മാത്രമായിരുന്നു. അതിനെതിരെ ഇന്ന് പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾ വന്നു, CPM-ലെ പാർട്ടി നേതാക്കൾ വന്നു, ഇത്രയും പോരാ, വലിയ നിലപാടെടുക്കണമെന്ന്. പക്ഷേ ഇന്നലത്തെ ആ ഒരു പത്മകുമാറിന്റെ ഭീഷണിയിൽ ഭയന്നല്ലേ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയത്. അതായത് പത്മകുമാർ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. പത്മകുമാർ വാ തുറന്നാൽ ഈ ഒരു CPM-ന്റെ മുഖച്ഛായ അപ്പാടെ തകരും. ഇപ്പോൾ ആ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അല്ലെങ്കിൽ യുവതീ പ്രവേശനത്തിലും CPM-ന്റെ ഏതൊക്കെ പ്രമുഖർ പങ്കെടുത്തിരുന്നു അല്ലെങ്കിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുത, യഥാർത്ഥ വസ്തുത ഈ പത്മകുമാറിന് മാത്രമാണ് അറിയുന്നത്. ആ പത്മകുമാർ ഈ ഒരു മറുകണ്ഠം ചാടുന്നതോടെ CPM-ന് ഏറ്റവും വലിയ പ്രതിരോധത്തിലാകും. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്ത് ആക്ഷൻ വേണം എടുത്തോ, എന്ത് നടപടി വേണം എടുത്തോ, നിങ്ങൾക്ക് പൂർണ്ണമായുള്ളൊരു പിന്തുണ സംസ്ഥാന നേതൃത്വം തരും എന്ന് പറയുന്നിരുന്നു. ആ ഒരു യോഗത്തിൽ സംസ്ഥാന നേതാക്കളായ VM വാസവനും തോമസ് ഐസക്കും പോലുള്ള, കൂടാതെ ശ്രീമതി പോലുള്ള പ്രമുഖ നേതാക്കളും പങ്കെടുത്തിരുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് അവർ അവിടെ ആ ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പോഴും ഇവർക്കറിയാം ഇങ്ങനെ ഒരു പത്മകുമാർ പുറത്തു പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു കാര്യം ഇവർക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ടാണ് പത്മകുമാറിനെതിരെ പുറത്താക്കൽ നടപടി വേണ്ട എന്ന ഒരു തീരുമാനം എടുത്ത് അതൊരു കടുത്ത ശിക്ഷാ നടപടിയായി വെറും സസ്പെൻഷനിൽ ഒതുക്കിയത്. അതായത് കുറച്ച് മാറ്റി നിർത്തി പതുക്കെ അയാളെ അനുനയപ്പെടുത്തി അല്ലെങ്കിൽ സംസാരിച്ച് സമവായത്തിലൂടെ CPM-ന്റെ ഭാഗമാക്കിയെടുക്കാം, അല്ലെങ്കിൽ CPM തന്നെ ചേർത്ത് നിർത്താം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്താണ്. അതിലൊരു ഡീല് നടന്നിട്ടുണ്ട്. പത്മകുമാർ CPM സംസ്ഥാന നേതൃത്വമായിട്ടുള്ള തമ്മിലുള്ള ഒരു ഡീല് നടന്നിട്ടുണ്ട്, അത് വ്യക്തമാണ്. അപ്പോഴും ഒരു കടുത്ത വിഭാഗീയതയാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, അതായത് പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനാണെന്ന്. പക്ഷേ ഈ CPM പാർട്ടി ആരെയൊക്കെ തള്ളി പറയുന്നു അവർക്കെല്ലാം ഒരു വലിയൊരു കഥ പറയുന്നുണ്ടാവും. ആ ഒരു പാർട്ടിക്കുള്ളിൽ നടന്ന എന്തൊക്കെ വഞ്ചന അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്ത ദ്രോഹം, ആ ഒരു എല്ലാവിധ കഥകളും പറയാനുണ്ടാവും ഈ ഒരു CPM പാർട്ടി തള്ളി പറയുന്ന വ്യക്തികൾക്ക്. അത് നമ്മുടെ ഈ TK ഗോവിന്ദന്റെയും അല്ലെങ്കിൽ V കുഞ്ഞികൃഷ്ണന്റെയും കൂടാതെ G സുധാകരന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്കുള്ള അവസാനത്തെ എൻട്രി. പക്ഷെ വിമതൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു സഖാവ് എന്ന നിലയ്ക്ക് പത്മകുമാറിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇയാൾക്ക് ഉള്ള ഒരു പൂർണ്ണമായ പങ്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇയാളെ ഒരു കാരണവശാലും അല്ലെങ്കിൽ പത്മകുമാറിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കേരളത്തിലുള്ള ഒരു ജനങ്ങളും ഒരുമ്പെടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം CPM ഇന്നലെ പത്തനംതിട്ടയിലെ CPM-നുള്ളൊരു ഇത് വന്നു. കാരണം പാർട്ടി ഇപ്പോൾ നിൽക്കാവുന്നതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കണം, ഭീഷണിക്ക് വഴങ്ങരുത് എന്ന്. അപ്പോൾ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുള്ളിലും എല്ലാവർക്കും മനസ്സിലായി പാർട്ടി ഇപ്പോൾ നിൽക്കാവുന്നതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് എന്നല്ലേ. ഇതിലും മോശം അവസ്ഥ എന്താ ഉള്ളത്? വെറും കഴിഞ്ഞ 2021 99 സീറ്റുമായി ഭരണപക്ഷത്തിരുന്ന പാർട്ടി ഇന്ന് ഇപ്പോൾ ഇരിക്കുന്നത് വെറും 35 സീറ്റുകളുമായിട്ടാണ്. ഇതിലും വലിയ മോശാവസ്ഥയില്ല. ഇനിയും അധപ്പതിക്കാനാണ് പോകുന്നത്. കാരണം ഇനിയും വരാൻ പോകുന്ന അല്ലെങ്കിൽ പത്മകുമാർ ഒരു പൊട്ടിത്തെറിയിലൂടെ ഒരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നാൽ അതിൽ യുവതീ പ്രവേശനത്തിന് ആരൊക്കെ ചുക്കാൻ പിടിച്ചു, മുഖ്യമന്ത്രി അക്കാലത്തെ മുഖ്യമന്ത്രി ഓഫീസിൽ എന്തൊക്കെ ഗൂഢാലോചന നടന്നു, ഇതെല്ലാം പത്മകുമാറിലൂടെ വെളിയിലേക്ക് വരും. കൂടാതെ ശബരിമല തന്ത്രിയിലൂടെ അല്ലെങ്കിൽ ഒരു ശുപാർശയിലൂടെ ശബരിമലയിലെ തന്ത്രിയെ നിയമിച്ചു. ആ ഒരു തന്ത്രിയിലൂടെ എത്ര കോടിയുടെ സ്വത്ത് അല്ലെങ്കിൽ സ്വർണം അപഹരിച്ചു എന്നതെല്ലാം വ്യക്തമായ ഒരു കണക്ക് ഈ ഒരു പത്മകുമാറിന്റെ കയ്യിൽ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പിണക്കരുത് എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ ഒരു ബോധ്യം ഈ CPM സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അത് ഈ ജില്ലാ നേതൃത്വത്തിലല്ല. ഇവർ വൈകാരികമായി അല്ലെങ്കിൽ ആ ഒരു പത്മകുമാറിനെതിരെയുള്ള ഒരു വിയോജിപ്പ് കൊണ്ടാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വൈകാരികതയോടെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയ നടപടിയിൽ പറ്റില്ല, അതിൽ കടുത്ത ഭിന്നതയുണ്ട് എന്നുള്ളത്
പാർട്ടി അണികൾ പറയുന്നത്. അത് ജില്ലാ അണികളുടെ ഒരു ഭാഗമാണ്. പക്ഷെ സംസ്ഥാന സമിതിക്ക് അല്ലെങ്കിൽ ഈ ഒരു CPM-ന്റെ അല്ലെ പാർട്ടിയുടെ ഈ പത്മകുമാറിനെ കൊണ്ടുള്ള ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കരുത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ഇപ്പം P. രാജീവ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളൊരു ഒരു ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതുകൊണ്ടാണോ? അത് പിന്നെ അങ്ങനെയല്ലേ, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ LDF അല്ലാതെ മറ്റാര്? ആ ഒരു നറേറ്റീവിലാണ് ജനങ്ങൾ ഈ ഒരു സെന്റൻസിനെ കണ്ടത്. ഈ PR വർക്ക് മാത്രം പോരല്ലോ. അതായത് ഒരു സാധാരണ ജനങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലേക്ക് വേണ്ടി എത്തുന്ന നേതാക്കളെയാണ് ജനം വീണ്ടും സ്വീകരിക്കുന്നത്. അല്ലാതെ ഇപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൈക്കിലെ ഹൗളിങ്ങിന് മൈക്ക് ഓപ്പറേറ്ററെ പിടിച്ച് കേസെടുക്കുന്ന തരത്തിലുള്ള ഭരണാധികാരികളൊന്നും ഇനിയൊരു തുടർച്ചയായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. പിന്നെ P. രാജീവ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഇങ്ങനെ കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ നമുക്കത് അണ്ടു അടിച്ച് വിടായിരുന്നു. പക്ഷെ ജനങ്ങൾ എന്താ ചെയ്യുക, ജനങ്ങൾ LDF-നെ അങ്ങോട്ട് ഫോർമാറ്റ് ചെയ്ത് വിട്ടു. പകരം UDF-നെ വെച്ച് പുതിയ സിസ്റ്റം അവരങ്ങ് ഇൻസ്റ്റാൾ ചെയ്തു. അതാണ് ഇവിടെ കഴിഞ്ഞ ആ ഒരു മെയ് 4-ന് റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത്. അപ്പം പത്മകുമാറിന്റെ കാര്യത്തിലായാലും ഇപ്പൊ P. രാജീവ് പറഞ്ഞാണെങ്കിലും CPM ഏറ്റവും മോശം അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് സമയത്തിന്, അതായത് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നടപടി എടുക്കേണ്ട സമയത്ത് നടപടി എടുക്കേണ്ടമായിരുന്നു. പറയേണ്ടടുത്ത് പറയേണ്ടത് പറയണമായിരുന്നു. അല്ലാതെ കാലങ്ങൾക്ക് ശേഷം ഇപ്പുറം ഞങ്ങൾക്ക് ബോധോദയം ഉണ്ടായി, തിരുത്തലുകൾ വേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടെ പാളിച്ച വന്നു, ഇവിടെ അങ്ങനെ പറയരുതായിരുന്നു, ഇതെല്ലാം തികച്ചും എന്താ പറയുക, ഒരു കേവല ന്യായീകരണം മാത്രമാണ്. ഈ കേവല ന്യായീകരണമായിട്ട് ജനങ്ങളുടെയൊക്കെ എടുത്തു തന്നാൽ അവർ തുപ്പുക അല്ലാതെ വേറൊന്നും ചെയ്യില്ല. അവർക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു മനുഷ്യൻ 2 തവണയെങ്കിലും ചിന്തിക്കണം. ഒരു കാര്യം ചെയ്യുന്നതിനോ പറയുന്നതിനോ മുമ്പ് 2 തവണ ചിന്തിക്കണം. അത് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇവർ മുന്നിൽ കാണുന്ന ഒരു ലാഭത്തിന് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടും. എന്നിട്ട് ആ ചെയ്തികൾ അവർക്ക് തിരിച്ചടിക്കുമ്പോൾ അത് തെറ്റായി പോയി എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് കുമ്പസാരം പറയുകയാണ്. അതെപ്പോഴാണ് ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക? അത് ഒരു കാരണവശാല് ഈ ഒരു CPM പാർട്ടി ഏറ്റവും ബഹുദൂരം പിന്നിലായത് ഈ ഒരു പ്രവർത്തന ശൈലി കൊണ്ടും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ പത്മകുമാറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കണ്ടൊരു പാർട്ടി നേതാവ് പറയുന്നത് പാർട്ടിക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് സസ്പെൻഷൻ എന്നുള്ളത്. പിന്നെ പറയുന്ന കേട്ടു കുറ്റപത്രം വരട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന്. എന്നാലും പാർട്ടി പത്മകുമാറിനെ ഭയന്നാണ് ഈ സസ്പെൻഷനിൽ ഒതുക്കിയെന്ന് സമ്മതിക്കത്തില്ലല്ലേ? അതെ, കാരണം ഈ ഒരു CPM സംഘടനയുടെ ഒരു കേഡർ പാർട്ടി സ്വഭാവമുള്ള സംഘടനയാണ് CPM. ഇതിന്റെ ഏറ്റവും അവസാന വാക്കെന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളവർ പകുതി അല്ലെങ്കിൽ ഭൂരിഭാഗവും ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ഒരു ലിങ്ക്ഡ് ആയി വരുന്ന ഒരു അല്ലെങ്കിൽ നേതാക്കളാണ്. സംസ്ഥാന സമിതി നേതാക്കളിൽ ഭൂരിഭാഗവും ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഉള്ളവരാണ്. ഇപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഈ ഒരു അന്വേഷണത്തിൽ ഒരുപക്ഷെ പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസ് ഈ പത്മകുമാറിനോട് അവസാനിപ്പിച്ചാൽ അവർക്ക് അത്രയും സമാധാനമായിരിക്കും. അതുകൊണ്ടാണ് ഈ പത്മകുമാറിനെ കൂടുതൽ വെറുപ്പിക്കാതെ അവരൊരു നയത്തിലൂടെ, സമവായത്തിലൂടെ അത് ഒരു പത്മകുമാറിനെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഒരു ഡീല് നടക്കുന്നത്. അതല്ലാതെ CPM-ന് ഇനിയൊരു പോംവഴി ഇല്ല. ഇപ്പം CPM തോൽവിക്ക് കാരണം പിന്നെയും മറ്റുള്ളവർ ഉയർത്തുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശന്. കുറേ നേതാക്കൾ ഇപ്പം വെള്ളാപ്പള്ളിക്കെതിരെ വരുന്നുണ്ട്. അന്നത് വർഗീയ പരാമർശം നടത്തിയപ്പോൾ ഒരു നേതാക്കൾ പോലും ഇതിനെതിരെ വന്നില്ല. ഇപ്പം തോറ്റു കഴിഞ്ഞപ്പം അത് മനസ്സിലാക്കി ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും വോട്ട് പിടിക്കായിരുന്നില്ലേ? അല്ല, ആരൊക്കെ വന്നാലും, അല്ലെങ്കിൽ ഇപ്പോൾ അവസാനമായി P. രാജീവ് വരെ വെള്ളാപ്പള്ളിയുടെ ആ ഒരു വർഗീയ പരാമർശത്തിന് അല്ലെങ്കിൽ മതന്യൂനപക്ഷത്തിനെതിരെയുള്ള വർഗീയ പരാമർശത്തെ എല്ലാം എതിർത്തു. അത് മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റിയത് തെറ്റായി പോയി എന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അത് മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ ആ ഒരു വർഗീയ പരാമർശത്തെ അതിനെ എതിർക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ അണികളോട് കിടക്ക് പുറത്ത് മാറി നിൽക്കാൻ അങ്ങനെ പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോട് വായടക്കി എന്ന് പറഞ്ഞില്ല?
അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ തമ്മിലുള്ള ഒരു രഹസ്യധാരണ, അല്ലെങ്കിൽ ഈ CPM പിന്നെ അല്ലെങ്കിൽ SNDP പോലുള്ള സാമുദായിക സംഘടനയായിട്ടുള്ള ഒരു രഹസ്യ ഡീല്, എന്താ പറയുക, ഒരു അവിഹിത ബന്ധം അവിടെ തന്നെ പ്രകടമാവുകയാണ്. ആരൊക്കെ തള്ളി പറഞ്ഞാലും പിണറായി വിജയൻ ഒരു കാരണവശാലും വെള്ളാപ്പള്ളിയെ തള്ളി പറയില്ല. അതാണ് അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്. അത് ഏത് കാലത്തായാലും ഇനി തുടർന്ന് വന്ന് ഇനി പിണറായി വിജയനോട് സഹാക്കള് നിർബന്ധിച്ചാൽ പോലും പിണറായിക്ക് വെള്ളാപ്പള്ളിയെ പിണക്കാനാവില്ല. ഇനി വരും കാലങ്ങളിൽ അതായിരിക്കും സംഭവിക്കാൻ പോവുക.